ഞങ്ങൾക്കൊക്കെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലൈറ്റ് പുറത്തിടും. പെരുമാറുന്ന ആ സമയത്ത് ആ റൂമിൽ മാത്രമേ ലൈറ്റ് ഇടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആ കറണ്ട് സേവിങ് വളരെയേറെ നന്നായിട്ടുണ്ട്. ഈ നമുക്കും സമൂഹത്തിനുമുള്ള എനർജിയാണ് നഷ്ടപ്പെടുത്തി ഇരിക്കുന്നത്. ആ വീട്ടു ചെലവുകൾ നിയന്ത്രിക്കാനായിട്ടുള്ള എന്താണ് അതിനൊരു പരിഹാരം? അപ്പം അതിന് ഞാൻ അവരോട് പറയാറുള്ള ഒരു ഉത്തരം, അപ്പം അതിലൊരു നല്ല സേവിങ് അതിനകത്ത് വരുമെന്നാണ് എൻ്റെ അനുഭവവും എൻ്റെ വിശ്വാസവും. ഒരു കാരണവശാലും അഫോർഡ് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. പക്ഷെ പല ആൾക്കാരും ചെയ്യാനായിട്ട് മടിക്കുന്നതിൻ്റെ ഒരു കാരണം തൃപ്പൂണിത്തുറ കഴിഞ്ഞാൽ പിന്നെ കാറനങ്ങൂല പോയി കഴിഞ്ഞാൽ എപ്പോഴാണ് നമുക്കൊരു രോഗം വരുന്നത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും നിർണ്ണയിക്കാൻ ഒക്കില്ല. ഒരു 15,000 രൂപയുടെ ചെലവാണ് ഒരു മാസം എങ്കിൽ. അപ്പൊ ഈ അവസരത്തില് പുതുതായിട്ട് ജോലി കിട്ടി ജോലിക്ക് കയറുന്ന യങ് ജനറേഷനോട് അപ്പയ്ക്ക് എന്താണ് പറയാനുള്ളത്? സാധാരണക്കാരായ ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് കാരണവന്മാർ എപ്പോഴും പറയും എല്ലാ മുട്ടകളും ഒരു കുട്ടയിൽ ഇടരുതെന്ന്. ഡ്രസ്സുകള് ജ്വല്ലറികളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് പല മോഡൽസ് കാണുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നും. നടന്നു പോകുമ്പോ തന്നെ ചിലപ്പോ നടുതല്ലി വീണ് കഴിഞ്ഞാൽ തീർന്നില്ലേ പണി. അത് ഇനിയിപ്പോ നെസസറിയിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു പോർഷനാണ് ഈ ഫുഡ് ആൻഡ് ഗ്രോസറി പോലുള്ള ഐറ്റംസ്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ബിൽ പേയ്മെന്റ്സ് നമുക്ക് വരുന്നുണ്ട്. അതും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. ബിൽ പേയ്മെന്റിൽ പ്രധാനമായിട്ട് വരുന്ന ഗ്യാസ് യൂസേജ് നമുക്ക് വരുന്നുണ്ട്. അത് നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വളരെ സൂക്ഷിച്ച് പ്രോപ്പറായിട്ട് അതനുസരിച്ച് ടേക്ക് കെയർ ചെയ്തിട്ടാണ്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും എനിക്ക് തോന്നണം ഇലക്ട്രിസിറ്റി, എനിക്ക് തോന്നണില്ല ഈ വർഷം നമുക്ക് പവർ കട്ടിന്റെ പൂരമായിരിക്കും. കാരണം നിങ്ങൾക്കൊക്കെ അറിയാം ഈ മഴ ഇത്രയും ദിവസങ്ങളായിട്ട് ജൂൺ മുതൽ ഇപ്പോൾ ഇന്ന് ജൂലൈ 19-ാം തീയതിയായി. ഈ ഡേറ്റ് വരെ ജൂലൈ മാസം എന്നൊക്കെ പറഞ്ഞാൽ അറിയാവുന്നവർക്കറിയാം തുള്ളി തോരാതെ മഴ പെയ്യുന്ന സമയമാണ്. അതുപോലെ നമ്മുടെ അണക്കെട്ടുകളെല്ലാം 35% മെയിൻ അണക്കെട്ടുകളിലൊക്കെ വെള്ളത്തിൻ്റെ സ്റ്റോക്ക് ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം പവർ കട്ടിനായിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുമ്പോഴും എനിക്ക് തോന്നുന്ന മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മൾ വളരെ വളരെ കെയർഫുള്ളായിട്ട് അങ്ങനെയുള്ള സംഗതികൾ ചെയ്യാവുള്ളൂ. ഞങ്ങൾക്കൊക്കെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലൈറ്റ് പുറത്തിടും. അത് ഈ പറഞ്ഞ മാതിരി ഒരു കോർണറിൽ ഒരു ലൈറ്റ് ഉണ്ടാവും. 4 കോർണറുള്ളതിൽ 2 കോർണറിൽ ഇട്ട് കഴിഞ്ഞാൽ 4 വശവും ആ ലൈറ്റ് കിട്ടും. പിന്നെ ഇപ്പം സോളാറിൻ്റെ ഇതുകൊണ്ട് വേറെ ഉണ്ട്. അത് എന്നാൽ തന്നെയും 2 ലൈറ്റേ നമ്മൾ പുറത്തിടുകയുള്ളൂ. അതും LED ലൈറ്റുകളാണ് ഇടുന്നത്. റൂമിലാണെങ്കിൽ തന്നെ നമ്മൾ ആവശ്യമുള്ള പെരുമാറുന്ന ആ സമയത്ത് ആ റൂമിൽ മാത്രമേ ലൈറ്റ് ഇടേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത മുറികളിലെല്ലാം ലൈറ്റ് ഇട്ട് വെറുതെ കത്തിച്ച് കളയേണ്ടതായ സാഹചര്യം ഒരിക്കലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ എല്ലാ മുറികളിലും ലോ വോൾട്ടേജ് ബൾബും ഉണ്ട്, ഹൈ വോൾട്ടേജ് ഉള്ള ബൾബും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 വോൾട്ടിൻ്റെ ബൾബുണ്ട്. ആ 3 വോൾട്ടിൻ്റെ ബൾബ് എപ്പോഴും പെരുമാറുന്ന ആ മുറിയിൽ ഇട്ട് വെച്ചേക്കും. നമ്മൾ ആൾക്കാർ പെരുമാറാൻ അതിലെ പാസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനായിട്ട്. നേരെ മറിച്ച് അവിടെ ആൾക്കാരെല്ലാവരും വന്ന് ഊണ് കഴിക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള സമയത്ത് ഇടുമ്പോൾ വോൾട്ടേജ് കൂടിയ ബൾബ് ഇടും. അല്ലാത്ത സമയത്ത് ഈ 3 വോൾട്ടിൻ്റെ ബൾബ് മാത്രമേ ഉണ്ടാവൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡൈനിങ് ഹാളിൽ 3 വോൾട്ടിൻ്റെ ഒരു ബൾബ് എപ്പോഴും ഇട്ട് വെച്ചിരിക്കും. കാരണം അതിലൂടെയാണ് പാസ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഊണ് കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഹൈ വോൾട്ടുള്ള 9-ൻ്റെയോ അല്ലെങ്കിൽ 11-ൻ്റെയോ വോൾട്ടുള്ള ബൾബിടും നമുക്കത്. അപ്പോൾ ആ കറണ്ട് സേവിങ് വളരെയേറെ നന്നായിട്ടുണ്ട്. അതുപോലെ കുട്ടികളെ ആണെങ്കിലും നമ്മൾ ഒരു ഹാബിറ്റായിട്ട് ശീലിപ്പിക്കണം. ഒരു റൂമിൽ നിന്നും വേറൊരു റൂമിലേക്ക് പോകുമ്പോൾ ആ റൂമിലുള്ള ഫാൻ ഓഫ് ചെയ്യുക, ലൈറ്റ് ഓഫ് ചെയ്യുക. അതങ്ങനെ ഒരു ഡിസിപ്ലിനായിട്ട് ശീലിച്ചാലേ നമ്മൾ ഒരിക്കലും അത് മറക്കാതിരിക്കുകയുള്ളൂ, നമ്മളത് നിരന്തരം പാലിക്കുകയുള്ളൂ. ചില കുട്ടികളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരുടെ വീട്ടിലുള്ള ആ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസമാണ്. അവർ വന്ന് ഫാനിട്ടു മറ്റേ കാറ്റ് കൊണ്ടു, അത് കഴിഞ്ഞ് ആ അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ ആദ്യം അവർ ചെയ്യുന്നത് ആ ലൈറ്റും ഫാനും ഓഫ് ചെയ്യുക എന്നുള്ള. കാരണം അവരെ ശീലിപ്പിച്ചിരിക്കുന്ന ആ ശീലമാണ് അത് റിപ്പീറ്റഡായിട്ട് അവർ കാണിക്കുന്നത്. അങ്ങനെ അല്ലാത്തവരെയും ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് പോയി ഈ റൂമിൽ കിടക്കുന്ന ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. വെറും വേസ്റ്റായിട്ട് ആ എനർജി നമുക്കും സമൂഹത്തിനുമുള്ള എനർജിയാണ് നഷ്ടപ്പെടുത്തി ഇരിക്കുന്നത്. അതൊരിക്കലും നമ്മൾ ശീലിക്കരുത്, പാലിക്കരുത്. മുതിർന്നവരും പാലിക്കരുത്. മുതിർന്നവർ പാലിക്കാതിരുന്നാൽ കുട്ടികളും അത് പ്രാക്ടീസ് ചെയ്യും. എപ്പോഴെങ്കിലും അത് കുട്ടികൾ വയലേറ്റ് ചെയ്യുമ്പോൾ അപ്പം തന്നെ അവരെ അതിന് തിരുത്തി ആ ലൈറ്റ് ഓഫ് ചെയ്യാനും ഫാൻ ഓഫ് ചെയ്യാനും നമ്മൾ നിർബന്ധമായും അവരെ പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം
ഊർജം എന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രഷ്യസ് ആണ്. അത് സൂക്ഷിക്കേണ്ടതും കരുതേണ്ടതും നമ്മുടെ സ്വന്തമായ ആവശ്യത്തിനും സമൂഹത്തിൻ്റെ ആവശ്യത്തിനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഭാവി തലമുറയ്ക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രിസിറ്റി യൂസേജിൽ നമ്മുടെ ആൾക്കാർ കാണിക്കുന്ന അലക്ഷ്യത നമ്മളെ അങ്ങേയറ്റം ആശങ്കാകുലരാക്കുന്നതാണ്. രാത്രികളിലൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം, ഓരോ സ്ഥലത്തൂടെ പോകുമ്പോഴേക്കും ആ വീടുകളെല്ലാം കംപ്ലീറ്റ് ഇല്യൂമിനേറ്റ് ചെയ്ത പോലെയാണ് ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഈ പവർ കട്ടിൻ്റെയും അല്ലെങ്കിൽ എനർജി ഷോർട്ടേജിൻ്റെയും കാലത്തെങ്കിലും അവരൊക്കെ അതിനെ സംബന്ധിച്ച് ചിന്തിച്ച് ബോധപൂർവം സ്വയം പ്രവർത്തിക്കേണ്ടതാണെന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. ഇപ്പോൾ പറയുമ്പോൾ അവർ പറയും ഞങ്ങളുടെ കാശ് ഞങ്ങൾ കൊടുക്കുന്നു, ഞങ്ങൾ ഇലക്ട്രിസിറ്റി ഇടുന്നു എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ തികച്ചും അനാവശ്യമായ സമൂഹത്തിന് ലഭിക്കേണ്ട ഒരു എനർജിയാണ് അവർ ലോസാക്കി കളയുന്നത്. അതിലൂടെ നമ്മൾ പവർ കട്ടിലേക്ക് വളരെ വേഗം നടന്നടുത്തുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. നമുക്കിവിടെ വളരെ നോർമലായിട്ടുള്ള കറണ്ട് ചാർജ് വരാറുള്ളൂ. അത് പ്രധാനമായിട്ടും നമ്മൾ അത്രയ്ക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ആവശ്യത്തിന് നമ്മൾ സുലഭമായിട്ട് ഉപയോഗിക്കും, അതിനൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. പക്ഷേ അനാവശ്യത്തിന് ഒട്ടുമേ ഉപയോഗിക്കില്ല. അതാണ് നമ്മളുടെ ഒരു രീതി. അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനില്ല? പിന്നെ നമുക്ക് വരുന്ന വേറൊരു ചെലവ് ഫോൺ റീചാർജ്, ഇന്റർനെറ്റ് പ്ലാൻ, അതൊക്കെയാണ്. അത് വൈഫൈ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല, നോർമൽ റീചാർജ് തന്നെ ചെയ്യണം. റീചാർജ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നോക്കും എന്തൊക്കെ ഓഫേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത്, പുതിയതായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ. അപ്പം നമ്മൾ കുറച്ചൊരു 3 മാസത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്കൊക്കെയാണ് റീചാർജ് ചെയ്യുന്നത്. അപ്പം ഒരു 6 മാസം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ പുതിയ പ്ലാനുകൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്തൊക്കെ വന്നിട്ടുണ്ടാകും, അഡീഷണൽ ഓഫറൊക്കെ വെച്ചിട്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും. പിന്നെ 1 വർഷത്തേക്ക് എപ്പോഴും ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും. കാരണം നമുക്ക് ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് വരുത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്മുടെ പ്ലാൻ വേറൊരു കമ്പനിയിലേക്ക് നമ്മൾ പോർട്ട് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ 1 വർഷത്തേക്ക് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും മാക്സിമം ഒരു 6 മന്തിലേക്കൊക്കെ ചെയ്യണതായിരിക്കും ബെറ്റർ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെ അടുത്ത ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവലിംഗ് എക്സ്പെൻസ് ആണ്. ട്രാവലിംഗ് എക്സ്പെൻസ് നമുക്ക് ഒരുപാട് അങ്ങനെ വരാറില്ല, മെയിനായിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ തന്നെ വരാറുള്ളൂ. പക്ഷേ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എറണാകുളത്തേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിക്കാറുണ്ട് അല്ലേ? അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ആ വഴി പോകുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന എല്ലാ സംഗതികളും ആ ഒരു ട്രിപ്പിൽ നമ്മൾ പ്ലാൻ ചെയ്ത് അത് ഫിക്സ് ചെയ്യും. അപ്പൊ പിന്നെ അത് ഇപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഒരു കാര്യം എറണാകുളത്ത്, നാളെ ഒരു കാര്യം ചെയ്യാനായിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞ് എറണാകുളത്തിന് വീണ്ടും പോകേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം കൂടി നമ്മളത് അങ്ങോട്ട് ക്ലബ് ചെയ്യും. ക്ലബ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ തയ്യാറാവുന്നത്. ഒന്നാമത്തെ കാര്യം, എറണാകുളത്തിനൊക്കെ ഇപ്പോൾ വണ്ടി കൊണ്ട് പോകുമ്പോഴുള്ള ബ്ലോക്കും ഭയങ്കര അല്ലേ, അതും ഒരു കാരണം കേട്ടോ. തൃപ്പൂണിത്തുറ കഴിഞ്ഞാൽ പിന്നെ കാറാനങ്ങൂല പോയി കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ ഓരോ വിഷയങ്ങളുണ്ട്, അതും ഇതിൽ പറയണമല്ലോ. അപ്പം മാക്സിമം തൃപ്പൂണിത്തുറ ചെന്നിട്ട് ചിലപ്പോൾ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ വണ്ടി കയറ്റിയിട്ടേച്ച് മെട്രോയ്ക്കായിരിക്കും മിക്കവാറും ഒക്കെ പോക്ക് കൂടുതലും. പിന്നെ ഉള്ള ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എന്നോട് തന്നെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഈ വീട്ടു ചെലവുകൾ നിയന്ത്രിക്കാനായിട്ടുള്ള എന്താണ് അതിനൊരു പരിഹാരം, അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യാനായിട്ട് പറ്റും എന്ന് പല ആൾക്കാരും സംഭാഷണ മധ്യേ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പം അതിന് ഞാൻ അവരോട് പറയാറുള്ള ഒരു ഉത്തരം, 1 മാസത്തെ എക്സ്പെൻസ്, ഇപ്പം ഞാനൊക്കെ ഇവിടെ അന്നന്ന് വാങ്ങുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ അതാത് സമയത്ത് സാധനങ്ങൾ വാങ്ങി വരുമ്പോൾ അന്നത്തെ ചിലവുകൾ അപ്പം തന്നെ അത് ഡയറിയിൽ കുറിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന സംഗതി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവ് കുറയ്ക്കണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർ ബോധപൂർവം തന്നെ അത് ചെയ്യാതെ കാര്യം നടക്കുകയുള്ളൂ. 1 മാസത്തെ എക്സ്പെൻസ് ടോട്ടൽ നമ്മളൊന്ന് എഴുതി വയ്ക്കുക. 1 മാസത്തെ ഒരു ട്രയലായിട്ട് 1 മാസത്തെ എക്സ്പെൻസ് നമ്മളൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത മാസം നമ്മൾ ആ ചിലവുകളെ ഒന്ന് കണ്ണോടിക്കുക. ഓരോ ദിവസത്തെയും ചിലവുകളൊന്ന് കണ്ണോടിച്ച് കഴിയുമ്പോൾ പല ചിലവുകളും ഇത് ആവശ്യം വേണ്ടായിരുന്നു, ഇത് ഒഴിവാക്കാമായിരുന്നതാണ്, അല്ലെങ്കിൽ ഇത് തികച്ചും അനാവശ്യമായൊരു ചിലവാണ്. അത്തരത്തിലുള്ളതായ ഒരു വീണ്ടും വിചാരം നമ്മൾ ആ ചിലവുകളിൽ കണ്ണോടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇന്ന ചിലവുകൾ ഇത്ര എമൗണ്ട് അതിന് വേണ്ടി ചിലവായി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഔട്ട്സൈഡ് ഈറ്റിംഗ്, പുറത്ത് പോകുന്ന ഒരാൾക്കാരാണെങ്കിൽ ഇപ്പോൾ ചിലർ ആഴ്ചയിൽ എല്ലാ വീക്കെൻഡിലും അവർ പുറത്തു പോയി ഒരു പ്രാവശ്യം 4 പേരുമായിട്ട് പോകുമ്പോൾ 10,000-2,000 രൂപയോളം ഒരു
എക്സ്പെൻസ് വരും ഒരു ഡിന്നറിനോ അല്ലെങ്കിൽ ഒരു ലഞ്ചിനോ ഒക്കെ. അപ്പോൾ 4 ആഴ്ച എന്ന് പറയുമ്പോൾ അത് തന്നെ 8,000 രൂപയായി. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നുമോ ഇത് ഇച്ചിരി കൂടുതലായിപ്പോയി, നമ്മുടെ കപ്പാസിറ്റിയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഓക്കെ, ഇനി അടുത്ത മാസം നമുക്കത് 2 ചുരുക്കാം, മാസത്തിൽ 2 പ്രാവശ്യം, അതല്ലെങ്കിൽ മാസത്തിൽ 1. അപ്പോൾ അതിലൂടെ നമ്മളൊരു 5,000-6,000 രൂപ നമ്മൾ അതിലൂടെ ലാഭിക്കുന്നുണ്ട്. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതുപോലെ ആ എഴുതിയ ഒരു മാസത്തെ ചിലവ് എഴുതിയത് നോക്കുമ്പോൾ പല ചിലവുകളും നമുക്ക് ഒഴിവാക്കാമായിരുന്നതാണ് അല്ലെങ്കിൽ കുറയ്ക്കാമായിരുന്നതാണെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ ഒഴിവാക്കൽ അടുത്ത മാസത്തെ എക്സ്പെൻസിൽ നമ്മൾ നടത്തുക. അപ്പോൾ അതിലൂടെ അതിലൊരു നല്ല സേവിങ് അതിനകത്ത് വരുമെന്നാണ് എൻ്റെ അനുഭവവും എൻ്റെ വിശ്വാസവും. ഞാനത് ചുമ്മാ ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ജസ്റ്റ് ഓർത്തപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ലെസ് പ്രയോറിറ്റി ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പെൻഡിങ്ങിൽ വെക്കാറുണ്ട് അല്ലേ? ആവശ്യമില്ലാത്ത ഇപ്പം പെട്ടെന്ന് തന്നെ പ്രയോറിറ്റി ഇല്ല അങ്ങനെയുള്ള ഒരു സംഗതിയിലാണെങ്കിൽ ഇപ്പോൾ ഈയിടെ തന്നെ ഈ മറ്റേ ഇതുണ്ടല്ലോ സോളാർ എനർജിയുടെ ഒരു കാര്യം ഇപ്പം ഇങ്ങനെ വ്യാപകമായിട്ട് എല്ലായിടത്തും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും പവർ കട്ട് വരും എന്നൊക്കെയുള്ള ഇത് വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് അതിനകത്ത് കൂടുതൽ ഉത്സാഹം വന്ന വീടുകളിൽ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നില വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ 2, 3, 4 ലക്ഷം രൂപ അതിനു വേണ്ടി മുടക്കുന്നത് അത്ര ഫീസിബിളായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും അതിൻ്റെ സബ്സിഡി കിട്ടിയാൽ പോലും ഒരു 1.5-2 ലക്ഷം രൂപയോളം അതിന് മുടക്കുന്നതായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഉടനടി അത് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് തൽക്കാലം നമ്മളത് പെൻഡിങ് വെക്കുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഭാവിയിൽ നമ്മളത് ചെയ്യേണ്ടി വന്നേക്കാം, ചെയ്തേക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി കൺസംഷൻ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ 2 ലക്ഷമോ 3 ലക്ഷമോ രൂപ മുടക്കുന്നതിന് വർത്താണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മളത് പെൻഡിങ് വെച്ചിരിക്കുകയാണ്. ഭാവിയിൽ ചിലപ്പോൾ നമ്മളത് ചെയ്തു എന്ന് വരാം. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇയർലി വരുന്ന ഒരു എക്സ്പെൻസ് ആണ് ഇൻഷുറൻസിന്റെ അടയ്ക്കണ സമയത്തും ഒക്കെ ചെക്ക് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഡിസ്കൗണ്ടുകൾ ആ സമയത്തുണ്ടോ? പൂർണ്ണമായിട്ട് ഡിസ്കൗണ്ട് അല്ല. ഇൻഷുറൻസിന് നമുക്ക് നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. നിലവിലെ പ്രീമിയം കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഷുറൻസ് സം ഇൻഷുർഡ് കൂടുതൽ കിട്ടുന്ന ഒരു ഇതാണ് ഈ നോ ക്ലെയിം ബോണസ്. അത് ഓരോ വർഷവും പ്രീമിയം റിന്യൂ ചെയ്യുമ്പോഴൊക്കെ നമുക്കത് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇൻഷുറൻസ് കവറേജ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്, നമുക്കറിയാമല്ലോ. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ്. ഒരു സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അഫോർഡ് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. പുറം നാടുകളിലൊക്കെ ഇത് മറ്റെന്ത് എമർജൻസി എക്സ്പെൻസ് ചെയ്യുന്നത് പോലെ തന്നെ ഇൻഷുറൻസ് കവറേജും അതൊരു മസ്റ്റായിട്ട് അവർ ചെയ്യും. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം, എപ്പോഴാണ് നമുക്കൊരു അപകടം ഉണ്ടാകുന്നത്, എപ്പോഴാണ് നമുക്കൊരു രോഗം വരുന്നത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും നിർണ്ണയിക്കാൻ ഒക്കില്ല. ആ സമയത്ത് സഫീഷ്യൻറ്റ് കവറേജ് ഉണ്ടെങ്കിലാണ് നമ്മൾ ആ ഇൻഷുറൻസ് എടുത്തതിൻ്റെ വില നമ്മൾ അറിയുന്നത്. അന്ന് ഒരു ജെനുവിനായിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടായി കഴിയുമ്പോൾ ആ തുക നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അതൊരു വലിയ സഹായമാണ്. അതിനകത്ത് ഒരു തർക്കവും ഇല്ല. ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ട് 5 ലക്ഷം രൂപ ചിലവായി, നമുക്കിപ്പോൾ ഇൻഷുറൻസ് ചെയ്യുന്ന 2.5 ലക്ഷം രൂപയെ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ പകുതി കാശേ കിട്ടിയുള്ളൂ എന്ന് വയ്ക്കുക. എന്നാൽ തന്നെ അതൊരു വലിയ സപ്പോർട്ടല്ലേ. കാരണം ചിലവാകുന്ന തുക ലക്ഷങ്ങളാണ്, അല്ലെങ്കിൽ ചിലവാക്കേണ്ട തുക ലക്ഷങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു നല്ല സപ്പോർട്ടായിട്ടൊരു തുക പകുതി കിട്ടിയാൽ പോലും അതൊരു വലിയ സപ്പോർട്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാനീ പറഞ്ഞത് വീണ്ടും പറയുന്നു, സാധാരണക്കാരുടെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്. കാരണം റിച്ചായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു തമാശ ആയിട്ടോ അല്ലെങ്കിൽ അതുപോലെ കളിതമാശ ആയിട്ട് തോന്നാൻ സ്വാഭാവികമായിട്ടും ചാൻസ് ഉണ്ട്. കാരണം അവരുടെ സാമ്പത്തിക നില അതുപോലെ വളരെ ഉയർന്ന നിലയിലാണ്. പക്ഷെ ഞാൻ പറയുന്നത് കോമൺ പീപ്പിൾ, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ കാര്യം എന്ന നിലയിലാണ് പറയുന്നത്. അപ്പൊ ഇന്ന് അമ്മയ്ക്ക് അധികം ഒന്നും പറയാൻ പറ്റില്ല. അല്ല, ഞാൻ പറയാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് എന്നും ഞാനല്ലേ പ്രസംഗിക്കണ.
പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭൂരിഭാഗം സംഗതികൾ ഞാൻ ഇവിടെ വന്നാണ് പഠിച്ചെടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ പഠിച്ചൊക്കെ നടന്നു കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിച്ച് വിട്ട് കഴിയുമ്പോൾ നമ്മളെ അന്നൊക്കെ പിന്നെ ഇങ്ങനെ അങ്ങ് അത്ര ശ്രദ്ധിക്കുമൊന്നുമില്ലല്ലോ. ഇവിടെ വന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അടിവരയിട്ട് പറഞ്ഞ് ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പേഴ്സിൽ ചില്ലറ കൊണ്ടു നടക്കണമെന്ന് പറയും. ഇങ്ങനെ ബസ്സുകാരന്ന് ഈ മിനിമം 5 രൂപയൊക്കെ അങ്ങനെ ഈ വണ്ടിക്കൂലിയുടെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണത്. പിന്നെ ഈ ഷോപ്പിംഗ് കവറില്ലേ, ഈ കിറ്റാ നമ്മൾ സാധനങ്ങൾ മേടിക്കുമ്പോൾ അപ്പോൾ എപ്പോഴും പറയും സ്കൂട്ടറിലും കാറിലും തീരണ മുറയ്ക്കനുസരിച്ച് കുറച്ചതിൽ വെച്ചേക്കണമെന്ന് പറയും. അപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുമ്പോൾ കിട്ടുന്ന കിറ്റ് ചിലത് നനഞ്ഞതാണെങ്കിൽ വെയിലത്തിട്ട് ഉണങ്ങും, വെയിലുള്ളപ്പോൾ. ഇല്ല, വെയിലത്തിട്ട് ഉണങ്ങാൻ പറ്റിയ സാഹചര്യം അല്ലെങ്കിൽ കാരണം അത് ഉപയോഗിക്കാൻ പറ്റൂല. പിന്നെ വേറെ ഇവിടെ സ്റ്റോർ ചെയ്ത് ഉണങ്ങിയത് ഇരിപ്പുണ്ടാവും. അപ്പോൾ അത് സ്കൂട്ടറിലൊക്കെ വെച്ച് കൊടുക്കുക. അത് ഞാൻ ഇവിടെ വന്ന് പഠിച്ചതാണ്. പക്ഷേ ഞാനൊരു കാര്യം ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർക്കുമായിരുന്നു. എൻ്റെ അപ്പച്ചൻ ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ ഷോപ്പിംഗ് കവറുകളൊന്നും ഇല്ല എന്നെ കെട്ടിച്ചു വിടുന്നതിനൊന്നും മുമ്പ്. അന്നൊക്കെ ഈ ചാക്കിലും അങ്ങനെയൊക്കെയുള്ള കാർട്ടൺ അങ്ങനെയുള്ളതിലേക്ക് സാധനങ്ങൾ മേടിച്ച് കെട്ട് കണക്കിന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പച്ചൻ മരിക്കുന്നതിനൊക്കെ ഒരു 2-3 കൊല്ലം മുമ്പ് ഇവിടെ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ മഴക്കാലമാണ്. അപ്പോൾ കുടയുണ്ട്, ഈ വളഞ്ഞാലം കുട. എന്നിട്ട് കുട വിടുത്തേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കും അപ്പച്ചൻ കുടയ്ക്കകത്ത് 2 ഇങ്ങനെ ഈ അന്നിങ്ങനെ 50 പൈസ കവർ പോലത്തെ തിന്നായിട്ടുള്ള കവറ് മടക്കി വെച്ചേക്കുക കേട്ടോ. അപ്പം ഇവിടെ വന്ന് പോകാൻ നേരത്ത് മഴ പതുക്കെ പൊടിക്കും. ഞാനിപ്പോൾ സാന്ദർഭികമായിട്ട് കവറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തതാണ്. മഴ പതുക്കെ പൊടിക്കുമ്പോൾ അപ്പച്ചൻ പറഞ്ഞു ഇനി കുട വിടുത്തി റോട്ടിലേക്ക് കയറാനും പറഞ്ഞ് ഈ കുട എടുത്ത് വിടുത്തുന്നതിന് മുമ്പ് പറയുവാണ് ഇതിനകത്ത് 2-3 കവർ ഞാൻ മടക്കി വെച്ചിട്ടുണ്ടെന്ന്. ഇതെന്ത് കാര്യമായെന്ന് ഞാൻ ഓർത്തപ്പോൾ പറയുവാണ് മുളന്തിരുത്തി ചെന്നേച്ച് പോകുമ്പോൾ ഇച്ചിരി പച്ചക്കറി ഇച്ചിരി അതും ഇതൊക്കെ മേടിക്കാനുണ്ട്. അപ്പം കടയിൽ നിന്ന് കവർ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പം ഈ കവർ കയ്യിൽ അന്ന് കവർ ഇറങ്ങിയ സമയമാണ്, ഒരുപാട് വർഷം മുമ്പാന്ന് നിങ്ങൾ വിചാരിക്കണം. അപ്പം ഈ കവറുകൾ കയ്യിൽ കരുതി കഴിഞ്ഞാൽ പൊട്ടാതെ ബസ്സിൽ കയറി കൊണ്ടുപോകണ്ടേ. അപ്പം അങ്ങനെ 2-3 കവറുണ്ടെങ്കിൽ ഉള്ളിലാക്കി പൊട്ടാതെ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് അപ്പം അത് ആ കവറുകൾ മടക്കി ഏതാണ്ട് ഒരു റബ്ബർ ബാൻഡ് എന്നോട് മേടിച്ചിങ്ങനെ ഇട്ടേച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് പോയ കാര്യം ഞാനിപ്പോൾ സാന്ദർഭികമായിട്ട് ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർത്തതാണ്. അപ്പം അതുപോലെ തന്നെ ഇവളും എപ്പോഴും ഈ കവറിൻ്റെ കാര്യം പറയണമുണ്ട്. ഇവളെപ്പോഴും കവറ് ഈ ബാഗിൻ്റെ അകത്ത് 2-3 കവറുകൾ മടക്കി അകത്ത് വെച്ചേക്കും. എന്തെങ്കിലും പെട്ടെന്നായിരിക്കും സാധനം മേടിക്കണേ. അപ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ നീ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ അല്ലല്ലോ, ജൂട്ട് മിക്സ് ചെയ്ത്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും നല്ല തിക്കായിട്ടുള്ളതല്ലേ. ഇവിടെ പാല് മേടിക്കാൻ കൊണ്ടുപോകുന്നത് എപ്പോഴും തിക്കായിട്ടുള്ള പുറത്ത് ഉപയോഗിക്കാൻ പറ്റിയ കട്ടിയുള്ള അങ്ങനത്തെ തന്നെ കവർ. അത് 2-3 എണ്ണം കട്ടിയുള്ളതുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പാല് മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ എപ്പോഴും പറയും പാല് മേടിച്ചുകൊണ്ട് വന്നതിലേക്ക് വേറെ ഒന്നും ഇട്ടുകൊണ്ട് വരരുത്, എനിക്ക് ഇഷ്ടമല്ലാന്ന്. കാരണം പാല് ഫ്രിഡ്ജിൽ നിന്നല്ലേ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നനഞ്ഞിരിക്കും. അപ്പം ആ കവർ അപ്പം തന്നെ ഈ ഒരു കോലം കിണറിൻ്റെ അവിടെ ഇരിപ്പുണ്ട്, അതിലേക്ക് ഇങ്ങനെ ഇടുത്തി വെച്ചേച്ച് വെയിലത്ത് വെച്ച് അതങ്ങ് ഉണക്കി മടക്കി വെക്കും. 2-3 എണ്ണം അതിന് വേണ്ടി മാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കവറുകളൊക്കെ ഇവിടെ വന്നാൽ ഞാനത് മനസ്സിലാക്കിയത്. പക്ഷേ ഞാനിപ്പോൾ ഈ കവറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് അപ്പച്ചൻ വന്നേച്ച് പോയപ്പോൾ കുടയുടെ അകത്തുനിന്ന് കവറെടുത്ത കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തതാണ്. അപ്പം ഇങ്ങനെ ഓരോരോ അനുഭവങ്ങൾ. എനിക്ക് പിന്നെ ഒരുപാടൊന്നും പറയാനില്ല, കാരണം സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കൈകാര്യം ചെയ്യണു. പക്ഷേ ഈ വർഷം നമുക്ക് ഇപ്പം ഈ വർഷമല്ല കഴിഞ്ഞ വർഷം നമുക്ക് ഒരു ഉദ്ദേശം ചുമ്മാ ഒരു കണക്ക് പറഞ്ഞാട്ടോ, ഒരു 15,000 രൂപയുടെ ചിലവാണ് ഒരു മാസം എങ്കിൽ, ഞാനൊരു ഉദ്ദേശം കണക്ക് പറഞ്ഞാൽ എനിക്ക് കണക്കൊന്നും അങ്ങനെ ഇവിടെ എഴുതണോണ്ട് ഞാൻ നോക്കാറില്ല ഒന്നും. ആയിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ ഒരു മാസത്തേക്ക് ഉപയോഗിച്ചതെങ്കിൽ ഈ വർഷം പറഞ്ഞപ്പോൾ 15 എന്നുള്ളത് 25 ആവും. കാരണം സാധനത്തിന്റെ വില അതിഭീകരമായി കൂടി. 3 പേരെ ഇവിടെ ഇപ്പം നിലവിലുള്ളൂ ഇപ്പം. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കാതെ പറ്റുമല്ലോ. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കാറുണ്ട്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് കൂടുതലും പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന കാര്യങ്ങൾ അത്യാവശ്യം പരമാവധി സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്ത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇപ്പം അതും വില കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളല്ലേ. പിന്നെ ഞാൻ ചിലപ്പോൾ പറയാത്ത സാധനങ്ങളൊന്നും മേടിക്കണ്ട കേട്ടോ, അതൊക്കെ ഇവിടെ സൂക്ഷിക്കാൻ എനിക്ക് പറ്റൂല. ആവശ്യമുള്ള ഡ്യൂപ്ലിക്കേറ്റ് പർച്ചേസ് അവോയ്ഡ് ചെയ്യും. അതായത് ഒരു സാധനം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തും. ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളത് വീണ്ടും മേടിക്കേണ്ട ആവശ്യമില്ല. കടയിൽ ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇതും കൂടി മേടിക്കാൻ തോന്നണത്. പക്ഷെ അന്നേരം ഇവിടെ ചെക്ക് ചെയ്യും അതവിടെ ഉണ്ടോ എന്നുള്ളത്, എന്നിട്ട് മാത്രമേ മേടിക്കുള്ളൂ. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് പർച്ചേസ് അവോയ്ഡ് ചെയ്യാം. തന്നെ റവ ദോശയ്ക്ക് വേണ്ടി ഞാൻ റവ എഴുതി കൊടുത്തു വിട്ടായിരുന്നു, മാർജിൻ ഫ്രീ എന്ന് അതൊക്കെ എടുക്കാറ് കേട്ടോ. അപ്പം അവിടെ ചെന്നേച്ച് എന്നോട് വിളിച്ചു പറഞ്ഞു, നീ പറഞ്ഞ റവ ഇവിടെ ഇല്ലല്ലോ, 1 kg റവ എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. കാരണം റവയുടെ ഉപയോഗം അധികം ഇവിടെ ഇല്ല. ഈ 3 പേരുള്ളിടത്ത് കുറേ നാളതൊക്കെ ഇരിക്കും. അത് ഇരുന്ന റവയിൽ നിങ്ങൾക്കറിയാലോ പൂപ്പൽ പോലെ പുഴുക്കുത്ത് പോലെയൊക്കെ വരും. അപ്പം 1/2 kg ഇല്ലെങ്കിൽ മേടിക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ 1-2 പേര്
നിലവിലുള്ള ലേഡീസ് മേളിൽ ഏതോ പാക്കിങ് അവരിറങ്ങി വന്ന് ½ കg റവ എടുത്തു കൊടുത്തു. മദേഴ്സിൻ്റെ അന്ന് തോന്നണം ഇവിടെ കൊണ്ടുവന്നത്. അപ്പം ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ബൾക്കായിട്ട് അരിപ്പൊടിയൊക്കെ ബൾക്കായിട്ട് മേടിക്കും കേട്ടോ. അതിന് പിന്നെ സ്ഥിരം ആവശ്യമുണ്ടല്ലോ. ഈ റവ പോലെയുള്ളതൊന്നും അധികം ബൾക്ക് മേടിക്കൂല. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് ഇതിൽ കൂടുതൽ സംസാരിക്കാനില്ല, കാരണം ഞാൻ പല സംഗതി ഇവിടെ വന്ന് പഠിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് അതിനെപ്പറ്റി പറയാനില്ല. പിന്നെ അനുഭവങ്ങളിങ്ങനെ ഓരോ പാഠങ്ങളല്ലേ നമുക്ക്. അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ തീർക്കാൻ പോവാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യണം, നമ്മളിലൂടെ അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ അവസരത്തിൽ പുതുതായിട്ട് ജോലി കിട്ടി ജോലിക്ക് കയറുന്ന യങ് ജനറേഷനോട് അപ്പയ്ക്ക് എന്താണ് പറയാനുള്ളത്? ചെലവുകൾ എങ്ങനെയൊക്കെ ചെലവുകൾ നിയന്ത്രിക്കണം എന്നതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഷെയറിംഗ് ഉണ്ടാവുമല്ലോ. ഒന്ന്, പുതിയതായിട്ട് ജോലിക്ക് പ്രവേശിച്ച് ശമ്പളം കിട്ടുന്ന യുവജനങ്ങൾ സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാവരും നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പൊതുവേ. അപ്പോൾ അതിനിടയിൽ സാധാരണക്കാരായ ആൾക്കാർ ജീവിതം കരിപ്പിടിപ്പിക്കുവാനായിട്ട് ഉരുമ്പെട്ടിറങ്ങുന്നവരും ധാരാളമുണ്ട്. ധാരാളം ധനികമായ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ കാര്യമായ സാമ്പത്തികമായ അച്ചടക്കം പാലിച്ച് ജീവിതം കെട്ടിപ്പടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ പാരൻസിൻ്റെ കയ്യിലും വീട്ടിലുമൊക്കെ ധാരാളം ധനമുണ്ടായിരിക്കും. സാധാരണക്കാരായ ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ജോലി തുടങ്ങുമ്പോഴേ തന്നെ സേവിങ്സും അതുപോലെയുള്ള കാര്യങ്ങളും തുടങ്ങുന്നത് വളരെ വളരെ പ്രയോജനകരമായിരിക്കും, അത്യാവശ്യവുമാണ്. കാരണം നമ്മൾ ആ ജോലി തുടങ്ങുന്ന കാലത്ത് നടത്തുന്ന ഇൻവെസ്റ്റ്മെൻ്റാണ് നമ്മൾ റിട്ടയർ ചെയ്ത് 58 വയസ്സിൽ റിട്ടയർ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ സാമാന്യം നല്ലൊരു തുകയായി എന്ന് വരാം. പക്ഷേ ആ തുടക്കത്തിലെ തന്നെ ആ സമ്പാദ്യശീലം വളർത്തിയില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഇടയ്ക്ക് ഇപ്പം നമുക്ക് 40 വയസ്സ് കഴിഞ്ഞ് കുറേ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. കാരണം അതിൻ്റെ വളർച്ച വളരെ ഷോർട്ട് പീരീഡിലായിരിക്കും, കാര്യമായിട്ടത് വളരില്ല. നേരെ മറിച്ച് 23 24 വയസ്സിൽ നമ്മൾ നന്നായിട്ട് സേവ് ചെയ്ത് തുടങ്ങുന്ന ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും അവർ റിട്ടയർ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും അവർക്ക് നല്ലൊരു എമൗണ്ട് അതിനകത്ത് ആസ്തിയായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് അവർ ഒരു ബാച്ചിലർ ലൈഫ് എൻജോയ് ചെയ്യണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതെല്ലാം മുമ്പ് പറഞ്ഞതുപോലെ എത്ര വേണം, എങ്ങനെ വേണം, നമ്മുടെ ജീവിത സാഹചര്യങ്ങളും കുടുംബത്തിലെ അന്തരീക്ഷവും ഏത് രീതിയിലാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സാമ്പത്തികമായ അച്ചടക്കം നമ്മൾ പാലിച്ചാൽ, അതുപോലെ തന്നെ നല്ലൊരു സേവിങ്ങും നടത്തിയാൽ തീർച്ചയായിട്ടും റിട്ടയർമെൻറ്റ് ഏജ് വരുമ്പോഴേക്കും നല്ലൊരു സംഖ്യ അവർക്ക് ഒരു ധനമായിട്ട് കിട്ടും. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പൈസ ആവശ്യമുള്ള സമയം റിട്ടയർമെൻറ്റ് ഏജാണ്. കാരണം റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചെറുപ്പകാലത്തെ പോലെ ഓടി നടന്ന് ഓരോ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ആരോഗ്യം ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല, മറ്റ് പല കാരണങ്ങൾ കൊണ്ടും പരിമിതികൾ വരും. അപ്പോൾ ആ സമയത്ത് ഒരു റെഗുലർ സ്ട്രോങ് ഇൻകം ഫ്ലോ നമ്മളിലേക്ക് എല്ലാ മാസവും ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതിന് ചെറുപ്പകാലത്ത് ജോലി ചെയ്യുന്ന കാലത്ത്, യൗവനകാലത്ത്, പ്രൊഡക്റ്റീവ് ഏജ് ഉള്ള സമയത്ത് നമ്മൾ ചെയ്താലേ ആ ഓൾഡ് ഏജിൽ നമുക്കൊരു ഇൻകം ഫ്ലോ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാ യുവജനങ്ങളും, എല്ലാ യുവാക്കളും, പ്രത്യേകിച്ച് സാധാരണമായ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവർ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ മുതൽ തന്നെ സേവിങ്സ് തുടങ്ങണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിന് പലതരത്തിലുള്ളതായ അവസരങ്ങളും ഇപ്പോഴുണ്ട്. അത് അവർക്ക് ചൂസ് ചെയ്യാം, വിദഗ്ധമായി ആലോചിച്ച് ചെയ്യാം. അതുപോലെ എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇതിൽ മാത്രം ചെയ്യാതെ പലതിലായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഡൈവേഴ്സിഫൈ ചെയ്ത് കൂടുതൽ ഗ്രോത്തുള്ള ആ ഇത് നോക്കി സെലക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. നമുക്ക് കാരണവന്മാർ എപ്പോഴും പറയും, എല്ലാ മുട്ടകളും ഒരു കുട്ടയിൽ ഇടരുതെന്ന് എപ്പോഴും പറയും. കാരണം കുട്ട മറിഞ്ഞാൽ എല്ലാ മുട്ടകളും പൊട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ മുട്ടകളെല്ലാം പല കുട്ടകളിലായിട്ട് ചെറുതായിട്ട്
നമ്മൾ സേവ് ചെയ്യുക. ചിലർക്ക് തോന്നും ചെറിയൊരു തുക സേവ് ചെയ്താൽ ഇപ്പം എന്തുണ്ട്, അതല്ല. നമ്മൾ ചെറുപ്പകാലത്ത് ചെറിയൊരു തുകയാണെങ്കിലും അത് വയസ്സായ കാലത്ത് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഏജ് ആ ഒരു ഘട്ടത്തിൽ ആ തുക നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിസ്മരണീയമായ ഒരു വലിയ തുകയായിട്ട് മാറും. ആ ഘട്ടത്തിൽ ആ വലിയ തുക നമുക്ക് വളരെ പ്രയോജനം ചെയ്യുകയും ചെയ്യും, ഒരു തർക്കവും. അപ്പം അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ് എല്ലാ ചെറുപ്പക്കാരും അത് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ധനികരായിട്ടുള്ളവർ, ഞാൻ വീണ്ടും പറയുന്നു, അവർക്കിത് കേൾക്കുമ്പോൾ ചിലപ്പോൾ പുച്ഛമായിരിക്കും തോന്നുന്നത് സ്വാഭാവികം. പക്ഷേ സാധാരണക്കാരായ നമ്മുടെ ജീവിതം കരുപിടിപ്പിച്ചു തുടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു ഹാബിറ്റ്, ഇൻകം ഏൺ ചെയ്ത് തുടങ്ങുന്ന അവസരം മുതൽ തന്നെ നമ്മൾ സമ്പാദിക്കണം. അത് എന്തോരം ചെറുപ്പകാലത്ത് സമ്പാദിച്ചു തുടങ്ങുന്നു അത്രയും വലുതായിരിക്കും നമ്മൾ റിട്ടയർമെൻറ്റ് ഏജിൽ നമുക്ക് കിട്ടുന്ന ആ ധനം. അത് ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് പ്രയോജനം ചെയ്യും. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രായമായി കഴിഞ്ഞ് നമുക്കൊരു രോഗം വന്നു, അല്ലെങ്കിൽ ഒരു അവശത വന്നു, കുട്ടികളാരും ചിലപ്പോൾ അടുത്തുണ്ടാകണമെന്നില്ല. സഹായത്തിനായിട്ടൊരു നേഴ്സിനെ അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരാളെ വെക്കണമെന്ന് വയ്ക്കുക. അല്ലാതെ നിവൃത്തിയില്ല, നമുക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു ഘട്ടം വന്നു. ഇപ്പോൾ ഒരു നേഴ്സായിട്ട്, മെയിൽ നേഴ്സായിട്ടോ അല്ലെങ്കിൽ ഹോം നേഴ്സായിട്ടോ വരുന്ന ഒരാൾക്ക് 25,000 രൂപ വെട്ടി കൊടുക്കണം, ചിലവുണ്ട്. അപ്പോൾ നമ്മൾ പ്രായമായി കഴിയുമ്പോൾ അതിൻ്റെ തുക ചിലപ്പോൾ ലക്ഷങ്ങളായാലും അത്ഭുതപ്പെടാനില്ല. പക്ഷെ അങ്ങനെ ചെയ്യാതെ ഒട്ട് നിവൃത്തിയില്ല. കാരണം നമ്മുടെ കാര്യം നോക്കാൻ നമുക്കാവില്ല. കുട്ടികളാരും ചിലപ്പോൾ അടുത്തുണ്ടാകണമെന്നില്ല. അടുത്തുണ്ടെങ്കിലും ചിലപ്പോൾ അവരത് വേണ്ട രീതിയിൽ കെയർ ചെയ്യണമെന്നും ഉണ്ടാകണമെന്നില്ല. എല്ലാവരും അല്ല, ചിലരെങ്കിലും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒരു സഹായത്തിനായിട്ട് ഒരാളെ നമ്മുടെ കൂടെ നിർത്തി ഒരു നേഴ്സിംഗ് അസിസ്റ്റൻസ് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഒരാളെ നിർത്തണമെങ്കിൽ ഇപ്പോഴത്തെ ചിലവിൽ 25,000 രൂപയ്ക്ക് മേൽ വരുമെങ്കിൽ അന്ന്, അതായത് 10-30 വർഷം കഴിഞ്ഞ് ആ തുകയുടെ വലിപ്പം എത്രയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമുക്ക് അവരെ വെക്കാതിരിക്കാനും നിവൃത്തിയില്ല. കാരണം ശാരീരികമായിട്ട് നമുക്ക് അസ്വസ്ഥതകളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പെൻസിൻ്റെ രീതികൾ പോകുന്നത്. അപ്പോൾ പൈസ നമുക്ക് വളരെയേറെ ആവശ്യം വരുന്നത് റിട്ടയർമെൻറ്റ് ഏജിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കും എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ആലോചിക്കാവുന്ന വിഷയമാണ്. ഞാൻ പഠിച്ചൊരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മൾ കാറോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ മേടിച്ചതിന് ശേഷം അതിന് പിന്നീട് വരുന്ന ചെലവുകൾക്കായിട്ട് കുറച്ചൊരു പൈസ നമ്മൾ നീക്കി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പൊ കാറ് മേടിച്ചു, നമ്മൾ അത്യാവശ്യം നല്ലൊരു കാറാണ് നമ്മൾ മേടിച്ചത്, പിന്നീട് അതിനൊരു ചെലവും കുറച്ച് നാളത്തേക്ക് വരില്ല എന്ന് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ചിലവുകൾ ചിലപ്പോൾ സർവീസിന് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ നമ്മൾ അതിന് വേണ്ടി കൊടുക്കേണ്ടി വരും. പോട്ടെ, ചെറുതായിട്ട് കാറൊന്ന് തട്ടി, അങ്ങനെ വരാതിരിക്കട്ടെ, പക്ഷെ തട്ടി കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ പൈസ നമുക്ക് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ മാസാമാസമുള്ള വരുമാനത്തിൽ നിന്ന് എടുക്കാതെ അതിനു വേണ്ടി സെപ്പറേറ്റ് കുറച്ച് പൈസ നമ്മൾ സേവ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മുടെ മെയ്യെ തട്ടാതെ അത്തരത്തിലുള്ള എക്സ്പെൻസ് വരുമ്പോൾ നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാൻ. അതാണ് ഈ എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ട് എപ്പോഴും നമുക്ക് വേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് നമുക്കൊരു പൈസക്ക് ആവശ്യം വരുന്നതെന്നുള്ളത് നമുക്ക് ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. വാഹനത്തിന്റെ അപകടം മാത്രമല്ല, നമുക്കുള്ള അപകടം, നടന്നു പോകുമ്പോൾ തന്നെ ചിലപ്പോൾ നടുതല്ലി വീണ് കഴിഞ്ഞാൽ തീർന്നില്ലേ പരിപാടി. നട്ടെല്ലോ അല്ലെങ്കിൽ നട്ടെല്ലിനോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു അവയവത്തിനോ ഒരു ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മാസങ്ങളോളം നമ്മൾ ബെഡ് റിട്ടൺ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് മറ്റാൾക്കാരെ ആശ്രയിക്കാതെ നിവൃത്തിയില്ല. അതുപോലെ ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും ഞാൻ ഒരുപാട് പർച്ചേസിന് പോവാറുണ്ട്. അപ്പൊ പർച്ചേസിന് പോകുന്നതിന് മുമ്പ് എപ്പോഴും ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കും, ഇന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ പർച്ചേസ് ചെയ്യുള്ളൂ എന്നുള്ളത്. അതല്ലാതെ അഡീഷണൽ ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പല കാര്യങ്ങളും നമുക്ക് അവിടെ കാണുമ്പോൾ തോന്നും. മോഹിച്ച് വാങ്ങുന്ന ചില സാധനങ്ങൾ നമുക്ക് ഉണ്ടാവില്ലേ? ഈ മോഹം തോന്നി വാങ്ങുന്ന പല സാധനങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട്, നമ്മളത് അധികം യൂസ് ചെയ്യില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പവും. നമുക്ക് ഭയങ്കര ആഗ്രഹിച്ച് മോഹിച്ചൊരു സാധനം പെട്ടെന്നായിരിക്കും നമ്മൾ അതിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കി നമ്മൾ വാങ്ങിക്കുന്നത്. അങ്ങനെ വാങ്ങിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, നമ്മൾ അത് ഉപയോഗിക്കുകയോ ഇല്ല, നമ്മൾ എമർജൻസി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പൈസ എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ മോഹിച്ച സാധനം വാങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ എമർജൻസി ആയിട്ട് വാങ്ങേണ്ട കാര്യം നമ്മൾ വാങ്ങുകയോ ഇല്ല. അത് വാങ്ങാൻ ചിലപ്പോൾ നമ്മൾ ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ പൈസ കടമെടുക്കുകയോ ചെയ്യേണ്ടി വരും. അപ്പോൾ അടുത്ത മാസം ആ പൈസ അവിടെ ബ്ലോക്കായി. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഭയങ്കര ടൈറ്റായി മാറും.
അതുകൊണ്ട് അത്യാവശ്യമുള്ള കാര്യം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് മാത്രമേ പോകുള്ളൂ. എസ്പെഷ്യലി ഒക്കേഷണൽ പർച്ചേസ് നടത്തില്ലേ, ഓണം, ക്രിസ്മസ്, വിഷു അങ്ങനെയുള്ള ഒക്കേഷണൽ പർച്ചേസ് ഒക്കെ നടത്തുമ്പോൾ ഡ്രസ്സുകൾ, ജ്വല്ലറികളൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് പല മോഡൽസ് കാണുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നും. പക്ഷെ അതൊക്കെ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രസ്സിന് വെച്ചിരിക്കുന്ന പൈസ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളത് വാങ്ങുക. അപ്പോൾ നമുക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിക്കാനുള്ള പൈസ അവിടെ ബ്ലോക്കായി പോകും. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ പഴയ ഡ്രസ്സ് ഇട്ടിട്ട് പല ഫംഗ്ഷൻസിന് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ജ്വല്ലറിയൊക്കെ ആണെങ്കിൽ നമുക്ക് പഴയതൊക്കെ മാറി മാറി ഉപയോഗിക്കാം, പക്ഷെ ഡ്രസ്സ് എപ്പോഴും പുതിയത് വേണമെന്നായിരിക്കും നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ അത്തരത്തിൽ എപ്പോഴും പ്ലാൻ ചെയ്തിട്ട് മാത്രമേ ഞാൻ ഇതുപോലുള്ള ഓണം പർച്ചേസുകൾ എസ്പെഷ്യലി നടത്താറുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പൈസ ഒരുപാട് അവിടെ ബ്ലോക്കായി പോകാനുള്ള സാധ്യതകൾ വരാറുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞതെല്ലാം നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് യോജിപ്പുള്ളവരുണ്ടാകാം, വിയോജിപ്പുള്ളവരും ഉണ്ടാകാം. അതൊക്കെ ഓരോരുത്തരുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ടിരിക്കും ഓരോ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജീവിത ചെലവുകൾ നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾ എടുക്കുന്ന മെഷേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇതല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വിരോധം ഇല്ലെങ്കിൽ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ അത് വായിക്കുന്ന മറ്റുള്ളവർക്കും ചിലപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും, നമുക്കും അതിലൂടെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങള്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇത് ഒറ്റ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റില്ലായിരിക്കും, ചിലപ്പോ രണ്ട് പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഇടുക. അപ്പൊ നിങ്ങളത് കാണുമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി ലെങ്തി വീഡിയോ കാണാനും ചിലപ്പോ അത് കുറെ ടൈം എടുക്കൂല. അപ്പൊ അതുകൊണ്ടാണ് 2 പാർട്ടാക്കാന്ന് വിചാരിക്കുന്നത്. അപ്പൊ എനിവേസ് നമ്മുടെ ആ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ആരോട് ഫോളോ ചെയ്യാൻ പറയുന്നതല്ല. പക്ഷെ പല പല കമന്റ്സ് ഇങ്ങനെ വരാറുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാവുന്ന. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിത കാര്യങ്ങളൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി നമുക്ക് അത്രയേ ഉള്ളൂ, കാര്യങ്ങളൊന്നും ഇല്ല. ഇനി നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പൊ ഇന്ന് നമുക്ക് ടോപ്പിക്ക് നിർത്താം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ.